ഫ്രണ്ട്സ് മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കര മഴയും കാറ്റും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക, പുറത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോവുക. അപ്പോൾ എല്ലാവരെയും ദൈവം അവിടെ ആയിട്ട് കാത്ത് പരിപാലിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോയാലോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സമോസയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ പച്ചമുളക്, അതിട്ട് കൊടുക്കുക. വട്ടത്തിൽ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരുപാടൊന്നും വഴന്നൊന്നും പോകണ്ട, വീണ്ടും നമ്മളിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് മറ്റ് സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് നമ്മൾ ഉപ്പിട്ടാ വെച്ചേക്കുന്നത്, അത് വേവിച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കി വേണം ഉപ്പിടാൻ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു 2 തണ്ട് കറി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കാശ്മീരി മുളക് പൊടി. ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിനുശേഷം നമുക്ക് ഈ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതാ നമ്മുടെ ചിക്കനൊക്കെ ജാറിലിട്ടൊന്നും അടിച്ചിട്ടില്ല, ഞാൻ കൈ കൊണ്ട് നല്ല വേവിച്ചതിന് ശേഷം ഒന്ന് പിച്ചി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചവയ്ക്കാൻ കിട്ടുന്ന രീതിക്കാണ് ഞാനിത് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ ഒട്ടും പാചകം അറിയാത്ത അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് വിശദമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സാക്കി ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോയതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം, നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സമോസ ഉണ്ടാക്കുന്ന ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്, അപ്പോൾ അത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്, സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ മൈദ പശ തേച്ച് കൊടുത്തതിന് ശേഷം അത് തിരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി താഴ്ഭാഗത്ത് മൈദ തേച്ച് കൊടുത്തതിന് ശേഷം മടക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം, ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത്. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും മൈദാപ്പശ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് മടക്കിയെടുത്താൽ നമ്മുടെ ചിക്കൻ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്, ഒട്ടും പാചകം അറിയാത്തവർ കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം മൈദാപ്പശ ഒന്ന് തേച്ച് കൊടുക്കുക, അതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. തിരിച്ച് വീണ്ടും താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് മൈദാപ്പശ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുക. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ കോരി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മടക്കി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്നാക്സ് ആയിട്ടോ. അപ്പോൾ ഇനി ആരും കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട, നമുക്കിഷ്ടമുള്ളതുപോലെ വെജിറ്റബിൾ വെച്ചുണ്ടാക്കാം, സവാള കൊണ്ടുണ്ടാക്കാം, ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണോ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളെല്ലാം ഒന്ന് മടക്കി, ഞാനീ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് വറുത്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം
സമോസ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഒത്തിരി തീ ആയാൽ ഇതിൻ്റെ മണ്ട കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫില്ലിംഗ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലിലൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. നല്ല കറുമുറാന്ന് തിന്നണം. ആ രീതിക്ക് നമ്മൾ ഇത് മൊരിച്ചെടുക്കുക. എന്നാൽ കരിയുകയും ചെയ്യരുത്. ഇപ്പം നല്ലപോലെ അടിപൊളിയായിട്ട് നമ്മുടെ സമോസ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ നന്ദി. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. പുറം നല്ല ഇതുപോലെ മുരിഞ്ഞിട്ടുമുണ്ട്, അകത്ത് നല്ല കണ്ടോ എന്ത് രസമാണ് നോക്കിയേ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.